എൻ്റെ അമ്മോ, ആകാശം നോക്കി, നല്ല കിട്ടുകാച്ചി മഴ വരുന്നുണ്ട്. ഇന്ന് എണീറ്റ് കഴിഞ്ഞപ്പോൾ ആക്ച്വലി നമ്മളെല്ലാവരും ചെയ്യണ പോലെ തന്നെ ഫേസ്ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നാട്ടില് ഒരു മൂവി റിലീസായിട്ടുണ്ട്, വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതിന്റെ റിവ്യൂ ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പൊ എനിക്ക് ആ മൂവി കാണണമെന്ന് ഒബിയസ്ലി എനിക്കൊരു ആഗ്രഹം ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈ ആഴ്ച എങ്ങാനും വരുമായിരിക്കും. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ട് അതിന്റെ തൊട്ട് 2-3 പോസ്റ്റ് വേറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ USA തിയേറ്റർ ലിസ്റ്റ് ഇട്ടേക്കണം. അപ്പൊ ഞങ്ങൾക്ക് അടുത്ത് ഇവിടെ ഒരു മിസോറി സിറ്റിയിൽ അടുത്ത് തന്നെ ഒരു തിയേറ്ററിൽ ഈ മൂവി ഉണ്ട്. ഞങ്ങള് വേഗം പോയി ഫ്രഷായി കിട്ടിയ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇപ്പൊ ദേ മൂവി കാണാനായിട്ട് തിയേറ്ററിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ അത് വിചാരിക്കണം. പോണ വഴിക്ക് ഡങ്കൻ ഡോണറ്റ്സിൽ നിർത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ചും ഒരു കോഫിയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. അപ്പം എൻ്റെ സിയാൻ അവിടെ കിടന്ന് തക്കിട തെറിയിട കളിക്കുകയാണ്. എനിവേ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ തിയേറ്ററിൽ കയറി മൂവി സ്റ്റാർട്ട് ചെയ്തു. മൂവി കണ്ടു. ഒരു ഫീൽ ഗുഡ് മൂവി, നൈസാണ്, കോമഡിയാണ്. അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ളതല്ല, അത്യാവശ്യം കോമഡിയൊക്കെ ഉള്ള ഒരു സാധാരണ മൂവി കണ്ടു കഴിഞ്ഞ് ഞാനൊരു ഏഷ്യൻ മാർക്കറ്റിൽ പോയി ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. അവിടെ നിന്ന് നല്ല ലൈവ് ഞണ്ട് ഷോപ്പ് ചെയ്തു. അത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് നല്ല മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി സെറ്റ് ചെയ്ത് അതിന് വേണ്ട പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ സവോളയൊക്കെ എടുത്തരിഞ്ഞ്. അപ്പോൾ എൻ്റെ സിയാനയ്ക്കാണെങ്കിൽ നല്ല വിശപ്പ്. അപ്പോൾ അവളുടെ വക ഒരു സാൻഡ്വിച്ച്, ഒരു സ്നാക്ക് പോലെ കഴിച്ചു. എനിവേ ഞണ്ടുണ്ടാക്കാനായി കുറച്ച് സവോളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഇതൊക്കെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് അങ്ങ് വഴറ്റി അങ്ങ് എടുക്കുകയാണ്. വഴറ്റി ഒരു എന്താ പറയുക, ഒന്ന് വാടി, ലൈക്ക് അത്ര ബ്രൗൺ കളറൊന്നും ആയില്ലേലും അത്യാവശ്യം ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ഞണ്ടുകറി കേട്ടോ. ചിലപ്പോൾ വേറെ സ്റ്റൈലിലും ഞണ്ടുകറി ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം. ഞാനപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആ വക സാധനങ്ങളൊക്കെ ഇട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് അതിന് നല്ലതായിട്ടൊന്ന് മൊരിച്ചൊക്കെ എടുത്ത് ആ മസാലയൊക്കെ കറക്റ്റ് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു 2 തക്കാളി ഇതിനകത്തേക്ക് അങ്ങ് അരിഞ്ഞിട്ടു. അത് കഴിഞ്ഞ് തക്കാളി ഇങ്ങനെ ഉടയണം. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ വരും. അഥവാ ഇനിയിപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് എന്താ പറയുക ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് മുഴുവനിട്ട് ഈ മസാല മൊത്തത്തിൽ അങ്ങ് അതിനെ പിടിപ്പിച്ച് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് കുക്ക് ചെയ്യാം. അപ്പോൾ അതിനിടയ്ക്കാണെങ്കിൽ എനിക്കും വിശന്ന് തുടങ്ങി. അപ്പം ഞാൻ അവിടെ ഒരു പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. അത് നൈസായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതാ കഴിക്കാമെന്ന് വിചാരിച്ചു. വാവ്, ഓക്കെ. ആ സമയം കൊണ്ട് നമ്മുടെ ഞണ്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സാധനം സെറ്റായി. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.